പാലിലും സ്മൂത്തികളിലും പ്രോട്ടീൻ പൗഡർ ചേർക്കുന്നത് ആരോഗ്യം വർദ്ധിപ്പിക്കും. പേശികളെ ശക്തിപ്പെടുത്താനും എല്ലുകളുടെ ആരോഗ്യത്തിനും ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്കും പ്രോട്ടീൻ ആവശ്യമാണ്. മിക്ക ആളുകളും, പ്രത്യേകിച്ച് പ്രായമായവർ, വിശപ്പ് കുറവായതുകൊണ്ടും ദിവസവും ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ ലഭിക്കാനുമായി പ്രോട്ടീൻ പൗഡറിനെ ആശ്രയിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ പ്രോട്ടീൻ പൗഡർ? സസ്യങ്ങൾ, മുട്ട, പാൽ തുടങ്ങിയവയിൽ നിന്നും എടുക്കുന്ന പ്രോട്ടീൻ്റെ ഗാഢത കൂടിയ രൂപമാണ് ഇത്. ഇവയിൽ ആഡഡ് ഷുഗർ, രുചി കൂട്ടാനുള്ള ഫ്ലേവേഴ്സ്, തിക്നേഴ്സ്, വൈറ്റമിനുകൾ, ധാതുക്കൾ ഇവയും ചേർക്കുന്നു. എന്നാൽ പ്രോട്ടീൻ പൗഡറുകൾക്ക് പിന്നിൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്. ഓരോ സ്കൂപ്പിലെയും പ്രോട്ടീൻ കണ്ടന്റ് വ്യത്യസ്തമായിരിക്കും. പേശി വളർച്ചയ്ക്കാണോ ശരീരഭാരം കുറയ്ക്കാനാണോ ഇത് എന്നതിനെ ആശ്രയിച്ച് ഓരോ സ്കൂപ്പിലും 10 മുതൽ 30 ഗ്രാം വരെ പ്രോട്ടീൻ കണ്ടന്റ് വ്യത്യാസപ്പെടാം. പ്രോട്ടീൻ പൗഡർ ഡയറി സപ്ലിമെന്റ് ആണ്. അതായത് ഇതിന്റെ സുരക്ഷ, ലേബലിംഗ് തുടങ്ങിയവയ്ക്ക് നിർമ്മാതാക്കൾ ഉത്തരവാദികളായിരിക്കും. ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നത് പലപ്പോഴും തിരിച്ചറിയാനാകില്ല. പാൽ അടിസ്ഥാനമാക്കിയ പ്രോട്ടീൻ പൗഡറുകൾ വയറ് കമ്പിക്കൽ, വയറിന് അസ്വസ്ഥത, ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും. ലാക്ടോസ് ഇൻടോളറൻസ് അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങളോട് അലർജി ഉള്ളവർക്കായിരിക്കും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ചില പ്രോട്ടീൻ പൗഡറുകളിൽ ഉയർന്ന അളവിൽ ആഡഡ് ഷുഗറും കാലറിയും അടങ്ങിയിട്ടുണ്ട്. ഇത് പതിവായി കഴിച്ചാൽ ശരീരഭാരം കൂടാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാനും കാരണമാകും. ദീർഘകാലം തുടർച്ചയായി പ്രോട്ടീൻ കൂടിയ അളവിൽ സപ്ലിമെന്റുകളിലൂടെയും മറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ച് വളരെ കുറച്ചു മാത്രമേ പഠനങ്ങൾ നടന്നിട്ടുള്ളൂ. പ്രോട്ടീൻ പൗഡറുകൾ പലപ്പോഴും സൗകര്യപ്രദമാണെങ്കിലും അവ അപകടരഹിതമല്ല. ഭക്ഷണങ്ങളിൽ നിന്ന് തന്നെ പ്രോട്ടീൻ ലഭിക്കുന്നതാണ് ഏറെ സുരക്ഷിതം.